Magic Season 4 powered by Kitchen Treasures and presented by Dhatri Liquor's Grand Finale ിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കുറേ നമ്മളുടെ കണ്ടസ്റ്റൻസിന്റെ ഫൈനൽ പെർഫോമൻസ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ടേസ്റ്റിംഗ് റൗണ്ട് ഉണ്ട്. പിന്നെന്താ, വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഒന്നാം സമ്മാനം ആരാണ് വാങ്ങുന്നത്, രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ആരാണ് വാങ്ങുന്നത്. അപ്പോൾ ഫൈനലിസ്റ്റുകളിൽ നിന്നും ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ്, ടൈറ്റിൽ വിന്നർ, ഇതെല്ലാം ആരൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട്. എന്തായാലും അതിൻ്റെ വിലയിരുത്തലാണിത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. നമ്മളിപ്പോൾ ഇന്നിവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്റ്റേജസൊക്കെ കഴിഞ്ഞ് കുറേ റൗണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റൗണ്ട്സ് തന്നെയായിരുന്നു. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മാമിൻ്റെ അടുത്തു നിന്നായാലും ഷെഫിൻ്റെ അടുത്തു നിന്നായാലും ഒരുപാട് ടിപ്സൊക്കെ കിട്ടി, ഒരുപാട് പഠിച്ചു. ഇപ്പോൾ അവസാനം ഫൈനൽ സ്റ്റേജിൽ 5 പേരുണ്ട്, അതിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫൈനലിൽ തന്നിരിക്കുന്നത് റെസിപ്പി വെച്ചിട്ട് 2 ഐറ്റംസാണ്. ഒന്ന് ശർക്കര വരട്ടിയും ഒന്ന് ബോളിയും. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചീകിയെടുക്കാം. ഏത്തക്ക 2 ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. റെസിപ്പിയിൽ പറഞ്ഞത് 4 ഏത്തക്ക എടുക്കാൻ വേണ്ടിയിട്ടാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം നമുക്ക് കോക്കോസിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇതായിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഈ അളന്ന് വെച്ച ജാഗ്രിയും ഷുഗറും ഇവിടെ മെൽറ്റ് ചെയ്യാം. 1/2 കപ്പാണ് ജാഗ്രി പറഞ്ഞിരിക്കുന്നത്. 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കും. ഇതിൽ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. നമുക്ക് റെഡി ആയിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ശർക്കരയും ഷുഗറും കൂടെ ഉള്ള ഇത് നമ്മൾ 1 നൂൽ പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് 1.5 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഇത് ബനാന അതിലേക്ക് ഇട്ടാം. ഏത്തക്കായ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കും. അരിപ്പൊടി റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന 1/2 കപ്പാണ് അളവ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. ഫൈനൽ റൗണ്ടിൽ എത്തി. ഒരാൾ കംപ്ലീറ്റ് ആയി. ഒരു കാര്യം ശർക്കര വരട്ടി കഴിച്ചു. സംശയം ചോദിച്ചിട്ട് അത് ക്രിസ്പി ആദ്യം ഭയങ്കര ഹൈ ഫ്ലെയിമിലാണോ? ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി എന്നിട്ട് ജസ്റ്റ് കുറച്ച് അതിനകത്ത് ഇട്ടു. പിന്നെ കുറച്ച് ഇതായിട്ട് സിമ്മിൽ കിടന്നിട്ട് വെച്ചതിന് ശേഷം പിന്നെ വെള്ളം നല്ല ക്രിസ്പി ആയോ? കഴിച്ചു. ശബ്ദം ഇങ്ങനെ ഇട്ടപ്പോൾ ശബ്ദം വന്നു. വെള്ളം ഇടുമ്പോൾ ശബ്ദം ഉണ്ടാവും. അതല്ല, ഇത് കോരി എടുത്തപ്പോൾ ഒരു ക്രിസ്പി ആവുന്നതിനൊരു. പക്ഷെ ഉൾഭാഗം കൂടി നന്നായിട്ട് മൂത്തോന്നാണ് അറിയേണ്ടത്. അതിന് ഇരുന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ, തണുത്തിട്ട്. പിന്നെ ഇതെന്തായി ബോളി കഥ? ഇത് വെച്ചിട്ടുണ്ട്. ഇത് തീർത്തും അടുത്തത് തുടങ്ങി. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് 2 കൂടെ മിക്സ് ആയിക്കൊണ്ട് വെച്ചു. കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല അല്ലേ? ഇല്ല, 2 കൂടെ ചെയ്യുമ്പോൾ പൗഡറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇവിടെ അഭിലാഷിന് ടെൻഷൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ പറഞ്ഞു. നമ്മുടെ ഇവിടെ എന്താണ് അവസ്ഥ? ടെൻഷൻ ഉണ്ട്. കാരണം എല്ലാവരും റെസിപ്പി വെച്ചിട്ട് സെയിം ആയിട്ട് ഉണ്ടാവുന്നു. അപ്പം എന്തായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ, ചെറിയ മാറ്റമായിട്ട് ഉണ്ടാവും. അപ്പം എല്ലാവരും ഒരേ സാധനം, അതും റെസിപ്പി ഉണ്ട്. അപ്പം ടെൻഷൻ ഉണ്ടാവും. നമ്മൾക്ക് ജഡ്ജിങ് ഈസിയാണ്. പെട്ടെന്ന് കിട്ടൂല. അറിയാൻ പറ്റും. ബെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലേ, അപ്പോൾ പ്രശ്നമില്ല അല്ലേ?
കുഴപ്പമില്ല തോന്നുന്നു. എന്തായാലും ഒരെണ്ണം ഒരുവിധം ഷേപ്പും സൈസും ഒക്കെ ഒത്ത് വന്നിട്ടുണ്ട്. കളറും ഒക്കെ കുഴപ്പമില്ല. ഇനി ബാക്കി കഴിക്കുമ്പോൾ തീരുമാനിക്കാം എന്താണ്. നന്നായിട്ട് തീരുമാനിച്ചാൽ മതി. നമ്മൾ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാം വന്ന് നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇതിവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത ഐറ്റം ഉണ്ടാക്കും. അടുത്തത് ബോളിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 കിലോ കടലപ്പരിപ്പ് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ മൈദ കുഴച്ചെടുക്കണം. 50 ഗ്രാം നല്ലെണ്ണ ഇതിൽ ഒഴിച്ച് കുഴച്ച് കൊടുക്കും. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുഴച്ച് വെച്ച മാവ് നമുക്ക് 15 മിനിറ്റ് മാറ്റി വെക്കാം. കടലപ്പരിപ്പ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിരുന്നു. അതിൽ ഒരു വിസിൽ കഴിഞ്ഞിട്ട് സിമ്മാക്കിയിട്ട് 3 വിസിൽ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 1/2 കിലോ ആണ് നമ്മൾ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കിലോ ഷുഗർ ചേർക്കും. ഇതിലേക്ക് നട്ട്മേഗ് ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ കാടമം ഏലക്ക പൊടിച്ചതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതായി വരണം. ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ പഞ്ചസാര ഇട്ട് കുറുക്കി വെച്ച ഈ കടലപ്പരിപ്പ് പോകാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു. അത് നമുക്ക് ചൂട് പോയിട്ടുണ്ട്. ഇത് അരച്ചെടുക്കും. അരച്ച് വെച്ച കടലമാവ് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കും. നമ്മൾ കുഴച്ച് മാറ്റി വെച്ച് 15 മിനിറ്റ് മാറ്റി വെച്ച് മൈദ ഇതുപോലെ തന്നെ ഒരു ലെമൺ സൈസായിട്ട് ഉരുട്ടിയെടുക്കാം. ബോൾസാക്കി വെച്ച് മൈദയിൽ നമ്മളെ കടലമാവ് പൊതിഞ്ഞിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. പരത്തി വെച്ച ബോളി നമുക്ക് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലിട്ട് ചുട്ടെടുക്കും. ഇതിൻ്റെ മേലെ വളരെ കുറച്ച് നെയ്യിട്ടു. പിന്നെ നമ്മളെ ഫൈനൽ റൗണ്ടിൽ 2 റെസിപ്പി ബോളിയും ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സെർവ് ചെയ്യാം. ശർക്കര വരട്ടി ഇതിലേക്ക് സെർവ്. 2 റെസിപ്പി തന്നിട്ടുള്ള 2ഉം കുക്ക് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Coco's Kitchen Magic Season 4 powered by Kitchen Treasures and presented by Dhatri Eatpure Tasting Round. ഇന്നലെയും ഇന്നുമായി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഫൈനലിസ്റ്റുകളുടെ പെർഫോമൻസ്. അപ്പോൾ നമ്മളുടെ 5 കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് അവരുടെ ഫൈനൽ കുക്കിംഗ്, അതെങ്ങനെയാണ് അവർക്ക് ഫൈനലിൽ ആരായിരിക്കും വിന്നർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവരുടെ ഈ ഒരു റൗണ്ടിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു. നമ്മൾക്ക് ഒരു വിലയിരുത്തലുണ്ടായി നോക്കി നടന്നപ്പോൾ തന്നെ. പക്ഷേ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് അല്ലേ. പക്ഷെ ജഡ്ജ്മെന്റ് ഇന്നിപ്പോൾ പറയത്തില്ലല്ലോ. നമ്മൾ ആ പ്രൈസ് ഗിവിംഗ് സമയത്ത് മാത്രം പറയാൻ പോകും. എന്തായാലും ടേസ്റ്റിംഗ് വളരെ പ്രധാനമാണ് ഈ ഒരു കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിക്കാം. ഓക്കെ, പ്ലീസ് കം. അങ്ങനെ നമ്മുടെ നസിയ എത്തിയിട്ടുണ്ട്. നസിയ വിത്ത് ബോളി ആൻഡ് ശർക്കര വരൂ നസിയ.
ഓക്കെ, ബോളിയും ശർക്കര വരട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ശർക്കര വരട്ടിയും ബോളിയൊക്കെ ചെയ്തപ്പോൾ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും സെയിം ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്, റെസിപ്പി തന്നുകൊണ്ട്. അപ്പം പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, റെസിപ്പി തന്നു ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാല് അതാണ് ടെൻഷൻ. ഡബിൾ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ റെഡി ആയിട്ടും അതാണ് കുഴപ്പം. ഇഷ്ടപ്പെട്ട ഏതാണ്, ബോളിയാണോ? എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ശർക്കര വരട്ടി അതായിരുന്നു ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇപ്പൊ അത് വെച്ചപ്പോ കുറച്ചൊരു ഇത് കുറഞ്ഞു, ക്രിസ്പി. അപ്പോ ഫസ്റ്റ് കഴിച്ചപ്പോ അത് നല്ലതായിട്ട് തോന്നി. ഇപ്പം ബോളിയിലേക്ക് മാറി. ആദ്യം മറ്റേ പെട്ടെന്ന് ശരിയായി വന്നതുപോലെ തോന്നി അല്ലേ? ശർക്കര വരട്ടി വളരെ ഈസി ആയിട്ട് തോന്നി. ആദ്യം ചെയ്ത് തീർത്ത് നസിയാണ് ശർക്കര വരട്ടി. പക്ഷെ അപ്പൊ തന്നെ അകത്ത് ക്രിസ്പി അല്ലായിരുന്നു, പുറമെ ക്രിസ്പി ആയിരുന്നു, പക്ഷെ അകത്തല്ലായിരുന്നു. പിന്നെ അത് എല്ലാം കൂടെ റെഡിയായി വന്നപ്പം അത്ര തോന്നിയില്ല. പിന്നെ ബോളി വലിയതായിട്ടൊക്കെ പരത്തുന്നുണ്ട്, നല്ല വട്ടത്തിനൊക്കെ, വലിയ ചപ്പാത്തി മാതിരി. ഓക്കെ, നമ്മൾ എന്തായാലും ഒന്ന് നോക്കാം. ശരി. ഇത് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നു, മറ്റേ നമുക്ക് അങ്ങനെ പറ്റില്ല. ക്രഞ്ചി ഫീലിംഗ് ഇല്ല അല്ലേ? ഒരു ക്രിസ്പിനെസ് പുറമേ ഉള്ളൂ, അകത്തില്ല. അകത്ത് വന്നില്ല. നിങ്ങൾ വറുത്തതിന്റെ ഒരു കുറച്ചുകൂടെ മൂക്കണമായിരുന്നു. പക്ഷെ വെളിയിൽ കാണുമ്പോ ഒരു പെർഫെക്റ്റ് കണ്ടപ്പോ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. ബോളിക്കും ചെറിയ പ്രശ്നമുണ്ട്. അതായത് മൈദ കൂടിപ്പോയി, മൈദയുടെ കവർ ചെയ്യും. ഇത് ഏതാണ്ട് ചപ്പാത്തി മാതിരിയായി. ഞാൻ സെന്ററിൽ നിന്ന് എടുത്ത കാരണം സോഫ്റ്റ് ആവും. നോട്ട് ലൈക്ക് എ ബോളി. ഒരു മൈദ ചപ്പാത്തിയുടെ ഒരു ഫൈബർ കൂടുതൽ വലിയ മൈദ ബോളാണ് എടുത്തത്. അതുപോലെ തന്നെ ഏതാണ്ട് സൈസ് എങ്ങനെ? രണ്ടും ഒരേ സൈസ്. അതാണ്, രണ്ടും ഒരേ സൈസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ ചപ്പാത്തി ഫീലിംഗ്, ചപ്പാത്തിയുടെ ഒരു കുറച്ചും കൂടെ സൈസ് സോഫ്റ്റർ ആണ്, മനസ്സിലായി. അതിപ്പോ നോക്കാം നമുക്ക് ബാക്കിയുള്ളവർ വരുമ്പോഴേ. അതായത് ഇപ്പൊ രണ്ടും ഒരേ അളവിനുള്ള സൈസല്ലേ എടുത്തേ? എന്താ എഴുതിയിരുന്നേ? ഒരെണ്ണം നെല്ലിക്ക വലിപ്പവും ഒന്ന് നാരങ്ങ വലിപ്പവും അല്ലേ? അപ്പൊ കടലപ്പരിപ്പിന്റെ ആ കൂട്ട് അകത്ത് വെക്കുന്ന ആ കൂണ്ടെന്ന് പറയുന്ന ആ ഭാഗം വലുതായിരിക്കണം, മറ്റത് ചെറുതായിരിക്കണം. അതിന്റെ കവറിങ് തിന്നായിരിക്കണം, എന്നാൽ മാത്രമേ പരത്തി വരുമ്പോൾ ആ സോഫ്റ്റ് ടെക്സ്ചർ വരുള്ളൂ. ഇപ്പൊ മൈദ കൂടി ഒരുപോലെ ഇരിക്കല്ലേ? അപ്പൊ ഇതൊരു ചപ്പാത്തിയുടെ ലെവലിലേക്ക് പോയി. ഉണ്ടാക്കാൻ എളുപ്പമാണ്, കാര്യം ഈസി ആണല്ലോ റോൾ ചെയ്യാൻ, ചപ്പാത്തി പോലെ. പക്ഷെ ബോളിയുടെ ടെക്സ്ചർ അല്ല. ഓക്കെ, അപ്പൊ കണ്ടസ്റ്റന്റ് നമ്പർ 1 വന്നിട്ട് പോയി. ഇനി അടുത്ത രണ്ടാമത്തെ ആളെ വിളിക്കാം. പ്ലീസ് വരും. ഓക്കെ കൃഷ്ണ, നമ്മളുടെ രണ്ടാമത്തെ ആളെത്തിയിട്ടുണ്ട്, മിസ്റ്റർ അബുലാൽ. ചിരിച്ച് സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ്. ബോളിയും ശർക്കര വരട്ടിയും. ഓക്കെ അല്ലേ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? കേൾക്കട്ടെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു റിയൽ ഫൈനൽ. അല്ല, ഈ സാധാരണ ഡിഷസ് ഉണ്ടാക്കുന്ന പോലെ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു, അതോ ഇത് കുറച്ച് ട്രിക്കിയാണ് ആക്ച്വലി? ആ എക്സാക്ട് റെസിപ്പി ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സെയിം ലൈക്ക് ഞാൻ ഡേഞ്ചർ സോണിൽ ഒരു വർഷം വന്നപ്പോൾ റവ ലഡു ആയിരുന്നു. വളരെ ട്രിക്കിയാണ്. കഥ ഞാൻ കേട്ടിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എന്താ പറയാ, പവർഫുൾ ആണ്. പക്ഷെ ഭയങ്കര പവർഫുൾ. അതാണ് കിച്ചൺ മാജിക് അല്ലേ? തീർച്ചയായിട്ടും വളരെ ട്രിക്കിയാണ്. കുറച്ചൊക്കെ ട്രിക്കൊക്കെ വേണ്ടേ അല്ലേ? അപ്പൊ ഇതും അതുപോലെയാണ്. ഫൈനൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് തരണം എന്നാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ റെസിപ്പി കൊടുക്കുന്നു അല്ലേ? ഈക്വലി എല്ലാവർക്കും സെയിം റെസിപ്പീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സെയിം പൊസിഷനിലാണ് എല്ലാവരും സെയിം പൊസിഷൻ. നിങ്ങളത് എത്രത്തോളം അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങൾ എപ്പോഴും റെസിപ്പി ചെയ്യുമ്പോൾ ഫോളോ ഇൻസ്ട്രക്ഷൻസ്. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഒരു ലൈൻ പോലും തെറ്റാ. അതിൽ നമ്മുടെ ഇംപ്രവൈസേഷനോ നമ്മുടെ കോൺട്രിബ്യൂഷനോ അതിൽ വേണ്ട. കിട്ടിയിട്ടുള്ള റെസിപ്പി ചെയ്ത് പെർഫെക്ഷൻ വരുത്തിയിട്ടല്ലേ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ
അതിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടെക്സ്ചറിലേക്ക് ഒരു കൺസിസ്റ്റൻസിയും വരില്ല. എല്ലാം മാറും. അതാ വിഷയം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് ആദ്യം ശർക്കര വരട്ടി എന്ന് തുടങ്ങാം. കൃഷ്ണൻസ് നല്ല കരുതരിപ്പുണ്ട്, ശബ്ദം തന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ കടിക്കുമ്പോൾ. ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അഭിലാഷിനെ തന്നെ വിശ്വസിക്കാൻ വയ്യ അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ കഴിച്ചു നോക്കിട്ട് 3 വർഷം കഴിച്ചു നോക്കി. ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന്. ടേസ്റ്റിയാണ്. വെരി നൈസ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. കറക്റ്റ് ഷേപ്പ്, എവറിത്തിങ്, ടെക്സ്ചർ. ഇനി അതുപോലെ ബോളി നോക്കാൻ. പൊടി പൊളിഞ്ഞു വരുന്നു. ഓക്കെ, രണ്ടും ഫസ്റ്റ് ടൈമാണ്. ഇനി ഉണ്ടാക്കുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇനി വേണമെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു ഈ കടയിൽ പോയി ശർക്കര വട്ടി മേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ബോളി ഇനി വാങ്ങിക്കേണ്ട, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി പാൽപ്പായസം വെച്ചാൽ തീർച്ചയായിട്ടും ബോളി ഉണ്ടാക്കണം. തീർച്ചയായിട്ടും വിത്ത് ബോളി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നിങ്ങൾ പഞ്ചസാര അളവ് ശകലം കുറച്ചൊന്നും അല്ലേ? ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ അത്ര തന്നെ അല്ല, ഹാഫ് കെ ജി തന്നെ കേട്ടോ. എവിടെയോ ഒരു കുറവ് തോന്നുന്നു. അങ്ങനെ രണ്ടുപേരുടെ ബോളിയും ശർക്കര വരട്ടി. ഇനി എന്താണ് മൂന്നാമത്തെ? ഓക്കെ, പ്ലീസ് വരും. അങ്ങനെ അടുത്ത ആള് എത്തി, നമ്മുടെ ശ്രേയ. എല്ലാം മാച്ചിങ് ആണ്. റെഡ് ഫൈനൽസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? നന്നായി, ഒരു വൈബ്രന്റ് കളറായിട്ട് അല്ലേ, സ്മാർട്ടായിട്ട് വന്നിരിക്കണം. ഈ റൗണ്ട് എങ്ങനെ തോന്നി? ഹൗ ഡിഡ് യു ഫീൽ? ഹൗ കംഫർട്ടബിൾ വർ യു? ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ട്രിക്കി ആയതുകൊണ്ട്, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ശരി. അപ്പോൾ ശ്രേയയുടെ ശർക്കര വരട്ടി ആൻഡ് ബുബ്ലി. ശർക്കര വരട്ടി കണ്ടിട്ടുണ്ടോ നേരത്തെ? കണ്ടിട്ടുണ്ട്. ചെറുത് കഷ്ണം തിന്നായിപ്പോ അല്ലേ? ചിപ്സ് മാതിരി തിക്കായിരുന്നു. ചിപ്സ് ലൈനിലാണ്. ചിപ്സിനെ നമ്മൾ ശർക്കരയിൽ ഇത് ചെയ്ത പോലെ അല്ലേ? അത് പിന്നെ മനസ്സിലായി. ഇരിക്കും തോറും അത് മുറുകി വരുന്നത് പിന്നെ മനസ്സിലായി. ചുക്കിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷെ അരിഞ്ഞ പാകം തെറ്റി. ഒരു ടിപ്പിക്കലല്ല. ശ്രേയാസ് വേർഷൻ ഓഫ് ശർക്കര വരട്ടി എന്ന് പറയും. ചെന്നൈയിൽ ഇങ്ങനെയാണ്. ഇനി നമ്മളുടെ ബോളി. ബോളി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ കടല പരിപ്പിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോയതിൻ്റെ അതും കടിക്കുന്നതിൻ്റെ കരിയുണ്ട്. മനസ്സിലായില്ല? കളറും അതിൻ്റെയൊക്കെ ഒരു സൈസ് കറക്റ്റാണ്. സൈസ് കറക്റ്റാണ്. പക്ഷേ ആ കടലപ്പരിപ്പിൻ്റെ ഒരു പരാജയം, അതിനൊരു ഈ ഒരു ഭാഗം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നോട്ട് എ പെർഫെക്റ്റ് ബോളി എന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അല്ലേ ആദ്യമായിട്ട് ചെയ്യാണ്. ആദ്യം പാക് തെറ്റി അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ. പിന്നെ അത് നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ച് അതിൻ്റെ ഒന്ന് ഉരുട്ടി കിട്ടാനുള്ള നോക്കിയപ്പോൾ അത് കട്ട പിടിച്ചു അവിടെ അല്ലേ? അപ്പം അത് കാരണം പിന്നെ റോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി. എനിവേ നോക്കാം നമുക്കല്ലേ ശ്രേയയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, എല്ലാം നമ്മൾ ഇങ്ങനെയാണല്ലോ പഠിക്കുക. എക്സ്പെരിമെന്റ് മാത്രമല്ല എല്ലാവർക്കും ഇത് ഫസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയതല്ല. 5 പേരും ഫസ്റ്റ് ടൈം അല്ലേ? എല്ലാവർക്കും ഈ കാര്യത്തിൽ ആദ്യത്തെ പ്രാവശ്യം. പോസിറ്റീവ് തിങ്കിങ് വളരെ നല്ലതാണ്. ട്രൈ ചെയ്തല്ലേ നമ്മൾ ഓരോന്ന്. ഇപ്പൊ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ഫോൾസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇതിനെ അരിയുമ്പോ കറക്റ്റ് ആയിട്ട് അല്ലേ? പാകം കറക്റ്റ്
പാകം ഇതിന്റെ പാകം കറക്റ്റ് കറക്റ്റ് ആവും. അത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. കടലപ്പരിപ്പ് ആവശ്യത്തിന് കറക്റ്റ് ആയിട്ട് വെന്ത് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ പാകത്തിന് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. താങ്ക് യു. അപ്പൊ ഇനി നമ്മളുടെ 2 കണ്ടസ്റ്റൻസ് ആണ് ഇനി അവരുടെ ബോളിയും ശർക്കര വരട്ടിയുമായി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അടുത്ത 4ാമത്തെ ആളെ വിളിക്കാം. ഓക്കെ, സജനയുടെ എക്സ്പീരിയൻസ് കേൾക്കട്ടെ. കാണുന്നവർക്ക് ഈസി റൗണ്ട് ആണെങ്കിലും ഭയങ്കര ചാലഞ്ചിങ് റൗണ്ട് തന്നെ ആയിരുന്നു. അത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും വിചാരിച്ചു റെസിപ്പി കിട്ടുമ്പോൾ ഭയങ്കര ഈസിയാവും, അതുപോലെ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര പക്ഷേ സജന ജനറലി നല്ല ഒരു പെർഫോമൻസ് ആണ് ഈ കോമ്പറ്റീഷനിൽ ഇതുവരെയും കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമാണ്. അപ്പോൾ മാത്രമല്ല, പക്ഷെ ഇതിലിപ്പോൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, നല്ല നന്നായിട്ട് കറക്റ്റ് ടെക്സ്ചറും ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല പേടിയുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ബോളി ചെയ്തിട്ടില്ല, പക്ഷെ ബോളി സിമിലർ ആയിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ബോളി ഞാൻ ഫസ്റ്റ് ആയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നല്ല ശർക്കര വരട്ടിയ. താങ്ക് യു, താങ്ക് യു. വെരി ടേസ്റ്റി, ക്രിസ്പി, എല്ലാം കറക്റ്റാ. താങ്ക് യു. പിന്നെ ബോളി അവിടെയാണ് പ്രശ്നം. ഷേപ്സ് ഒക്കെ വളരെ ഈവൻ ആയിട്ട്. ബോളി കുറച്ചുകൂടെ തിന്നർ ആവാമായിരുന്നു, കുറച്ചുകൂടെ സോഫ്റ്റ് ആകാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. എന്തായാലും ബോളിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സൈസും ഒക്കെ ഏതാണ്ട് ഒത്ത് വന്നിട്ടുണ്ട്. ഇതിലും ചെറിയ സൈസാണോ അല്ലെങ്കിൽ അല്ലല്ല, ഏതാണ്ട് ഈ ടൈപ്പ് ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ ചെറുതും ഉണ്ടാവാറുണ്ട്. ബോളി പണ്ട് കൊടുത്തിട്ടുള്ളതാണ് ഫൈനൽസിൽ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ബോളി വരില്ല. കറക്റ്റ് ആയിട്ട് ഒന്നും കൊടുക്കുന്നത് ഞങ്ങൾ നോക്കൂലെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം എപ്പോഴും വരും. പക്ഷെ നിങ്ങൾക്ക് റെസിപ്പി തരുന്നുണ്ട് എപ്പോഴും സേഫ് ഗ്രൗണ്ടിലാണ്. മനസ്സിലായി, നോക്കി ആ ഇൻസ്ട്രക്ഷൻസ് പക്കായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പെർഫെക്ഷനിൽ എത്താൻ സാധിക്കും. എനിവേ, കുഴപ്പമില്ല. ഗുഡ് അറ്റംപ്റ്റ്. ലെറ്റ് us see. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളുടെ ഫൈനൽ 5ാമത്തെ ആള് ഷമീർ. അപ്പൊ ഷമീർ ബോളിയും ശർക്കര വരട്ടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുന്ന ഫൈനൽ റൗണ്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണല്ലോ അല്ലെ? ഇത് നിങ്ങളുടെ സീസൺ ലാസ്റ്റ്. ഓക്കെ, സന്തോഷമാണല്ലോ അല്ലെ? ഷമീർ ഐഡിയയിലെ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? എനിക്ക് തോന്നുന്നു ശർക്കര വരട്ടിയാണ് കുറച്ചും കൂടെ നന്നായി. ഉണ്ടാക്കിയിട്ടില്ല, ശരിയായിട്ടില്ല. ശർക്കര വരട്ടി 1-2 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കിയത് ഇപ്പോഴാണ് അല്ല, ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് ഇപ്പോഴാണ്. ഫസ്റ്റ് ടൈം എളുപ്പമായിരുന്നോ? ശർക്കര വരട്ടി ഞങ്ങൾ നോക്കട്ടെ. ഒരുവരപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ മാവ് കുറച്ചും അല്ലേ കൂടി പോയത് വാങ്ങി. പൊടി ഇട്ടത് അരിപ്പൊടി കൂടുതലാണ്. ഇത് വെന്തിട്ടില്ല, വാടി വെറുതെ ജസ്റ്റ് ആവും. റോ ടേസ്റ്റ് ആണ് കേട്ടോ, ഇച്ചിരി കൂടെ മൂക്കണം. ജസ്റ്റ് ഓക്കെ, അത് മൂക്കണം ഇച്ചിരി കൂടെ നോട്ടോ. ഇങ്ങനെ ഭയങ്കര ഇതല്ല, കടലപ്പരിപ്പ് ഇതൊക്കെ അത് മാതിരി തന്നെ പരത്തിയിട്ട് ഇത് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു കുറവാണ്. മൈദയൊക്കെ ലാവിഷായിട്ട് ബോള് കുറച്ചുകൂടി വലിപ്പത്തിൽ തന്നെ ചെയ്തു തോന്നുന്നു അല്ലേ? അതുകൊണ്ട് പരത്താൻ എളുപ്പത്തിന് വേണ്ടി. പക്ഷെ അത് അതിൻ്റെ ബുദ്ധിമുട്ടെന്താ അറിയാം, അതിൻ്റെ സൈഡ്സ് ഉണ്ടോ ഹാർഡായിരിക്കും. മൈദ സൈഡിലേക്കല്ലേ കൂടുതൽ പോകണേ പരത്തി വരുമ്പോൾ. അപ്പോൾ ഈ ഭാഗം സോഫ്റ്റ് ആവില്ല മൈദയുടെ ബോള് വലുതായി കഴിഞ്ഞാൽ. മറ്റേതാണ് കൂടുതൽ പ്രാധാന്യം. മറ്റേ തിൻ ഫിലിമാണ് വേണ്ടത്. പരത്തുന്ന വരും ഒരു നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരും. റൈസ് പേപ്പർ പോലെ. എനിക്ക്
കഴിക്കാൻ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് വാട്ടിയെടുക്കും. പോകുന്നേരം ഒന്ന് വാങ്ങിച്ച് കഴിക്കണം. ആണോ? ഓക്കെ, ശരി. അങ്ങനെ നമ്മളുടെ 5 കണ്ടസ്റ്റൻസിന്റെയും വിഭവങ്ങൾ ഞങ്ങൾ സ്വാദ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ആരൊക്കെ ആയിരിക്കും 1, 2, 3 സമ്മാനങ്ങൾ വാങ്ങുന്നതെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇത് അനൗൺസ് ചെയ്യുന്നത് ഇനി നടക്കാൻ പോകുന്ന ഒരു ചടങ്ങിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാണുക. Hello everybody and welcome to the much awaited session of Cuckoo's Kitchen Magic Season 4. അതെ, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന കിച്ചൺ മാജിക് സീസൺ 4ന്റെ ആ ഫൈനൽ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ആ ഫൈനൽ സെഗ്മെന്റ്? യെസ്, ആർക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്? ഹൂ ഇസ് ദ വിന്നർ, ഹൂ ഇസ് ദി ഫസ്റ്റ് റണ്ണർ അപ്പ്, സെക്കൻഡ് റണ്ണർ അപ്പ് ആൻഡ് ഹൂ ഇസ് the remaining two, which are the remaining 2 names. അപ്പോൾ ഇതറിയാൻ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വലിയൊരു ജേർണി തന്നെയായിരുന്നു അല്ലേ കഴിഞ്ഞ 4 മാസം. 20 മത്സരാർത്ഥികൾ, ഇവരൊക്കെ എത്ര ഡിഫറെൻറ്റ് റൗണ്ട്സിലൂടെ കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഈ പാചകം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പം ഒരിക്കലും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കാത്ത റൗണ്ടുകളിലൂടെയൊക്കെയാണ് ഈ 20 പേരും കടന്നുപോയത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റായി ഇതാ ഫൈനലും കഴിഞ്ഞിരിക്കുന്നു. ഈ 5 പേരുടെ കുക്കിംഗ് നമ്മളെല്ലാവരും കണ്ടു. ജഡ്ജസ് ഡെലിബറേറ്റ് ചെയ്തു. ഇവരിൽ ആരുടേതാണ് കുറച്ചെങ്കിലും മറ്റൊരാളുടെ നിന്ന് കുറച്ചും കൂടി നല്ലത്, ആരുടേതാണ് എല്ലാവരുടേതും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു, പക്ഷേ എങ്കിലും ആരുടേതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ ജഡ്ജസ് ഒരുപാട് തലപൊകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ നമ്മുടെ റിസൾട്ട്സ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ആരാണ് വിന്നർ എന്നല്ല എല്ലാവരും ചോദിക്കുന്നത്. പറയാം, പക്ഷെ അതിനു മുൻപായിട്ട് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരാനും നമുക്ക് നമ്മളോടൊക്കെ കണ്ടുവാക്കി സംസാരിക്കാം. മിസ്റ്റർ വെങ്കിട്ടരാമൻ, സീനിയർ ഡയറക്ടർ ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽസ്, കൈരളി TV. ലോകമെമ്പാടുമുള്ള കൈരളി പ്രേക്ഷകർക്ക് കൈരളി പ്രവർത്തകരുടെ കൂപ്പുകൈ. വളരെ നൂതനമായി ഒരു ലൈഫ് സ്റ്റൈൽ റിയാലിറ്റി ഷോ എന്ന നിലയ്ക്ക് ആവിഷ്കരിച്ച കിച്ചൺ മാജിക് വളരെ വിജയകരമായി 4ാമത് സീസൺ പിന്നിടുന്നു. ഓരോ സീസണിലും വളരെ വ്യത്യസ്തമായ കണ്ടസ്റ്റൻസ്, വളരെ വ്യത്യസ്തമായ റൗണ്ടുകൾ എന്ന നിലയ്ക്ക് തീർത്തും ഈ മേഖലയിൽ ആധിപത്യം പുലർത്തിപ്പോകുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സീസൺ 4ൽ വളരെ യങ്ങായിട്ടുള്ള കുറേ കണ്ടസ്റ്റൻസ് അവരുടെ കഴിവുകൾ തെളിയിച്ച് ഇതാ വിജയപീഠത്തിൽ എത്തി നിൽക്കുന്നു. സീസൺ 4ൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ലൈഫ് സ്റ്റൈൽ റിയാലിറ്റി ഷോ എന്ന നിലയ്ക്ക് തീർത്തും അംഗീകാരം കിട്ടുകയും ഞങ്ങളുടെ മെയിൻ സ്പോൺസേഴ്സായ കുക്കൂസ്, കിച്ചൺ ട്രഷേഴ്സ്, ധാത്രി, ഓൺമി കൂടാതെ ബജാജാണ് പ്രൈസ് സ്പോൺസർ, ടാറ്റയാണ് പ്രൈസ് സ്പോൺസർ, ഗോഡ്രേജാണ് പ്രൈസ് സ്പോൺസർ എന്ന നിലയ്ക്ക് ലോകോത്തരമായ ബ്രാൻഡുകൾ ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കൈരളി പ്രവർത്തകർക്ക് തീർത്തും ഗർവുണ്ട്. ബ്രാൻഡിംഗ് സ്പോൺസേഴ്സിനായി ശ്രീ സേതുരാമൻ ടീം ഇവിടെ ഉണ്ട്. വെൽക്കം സർ. ബജാജിൻ്റെ റീജിയണൽ ഹെഡ് മിസ്റ്റർ ജോയ് തോമസ്, വെൽക്കം സർ. ടാറ്റയുടെ മിസ്റ്റർ സുജിത്ത്, വെൽക്കം സർ. ഗോഡ്രേജിൻ്റെ പ്രൈസ് സ്പോൺസറായി ഗോഡ്രേജും ചേർന്നിരുന്നു. ഗോഡ്രേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട്, വെൽക്കം സർ. ഷോ ഇത് വിജയിയെ പ്രഖ്യാപിക്കുന്ന ആ അമൂല്യ നിമിഷമാണ്. തീർച്ചയായിട്ടും അതിന് അർഹരായിട്ടുള്ളവർ ഇത് ഇത്രയും വിജയകരമായി കൊണ്ടു നടന്ന ജഡ്ജസ് തന്നെയാണ്. അവരോട് ഞാൻ ആ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി മൈക്കുന്നു. സോ ഇനി അധികം വൈകാതെ നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിന്നറിന്റെ പേര് നമുക്ക് വേണ്ട അല്ലെ, അത് കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. സോ ആദ്യം സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആരെ ക്ഷണിക്കാം? ഓഫ് കോഴ്സ് ദി വൺ ആൻഡ് ഓൺലി കിച്ചൺ മാജിക് എല്ലാ സീസൺസിലും നമ്മളോടൊപ്പം ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായി നിന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ലക്ഷ്മി ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലക്ഷ്മി ചേച്ചി. അപ്പൊ സെക്കൻഡ് റണ്ണർ അപ്പ് runner-up is Nasia Aisha. യുവനടൻ ശ്രീ കൃഷ്ണയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
Mr. Binoy, on behalf of Godrej, will hand over the gift voucher worth rupees 50,000 to Nazia, our second runner-up. I would also like to invite Mr. Jensen CF, Regional Manager of Kaula Group, to give this certificate to Nazia, our second runner-up. Congratulations, Nazia. ഇനി നമ്മുടെ ഫസ്റ്റ് റണ്ണർ-അപ്പ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റണ്ണർ-അപ്പിനെ ഡിക്ലെയർ ചെയ്യാൻ വീണ്ടും ലക്ഷ്മി ചേച്ചിയെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലക്ഷ്മി മാം. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് റണ്ണർ-അപ്പിനെയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആരായിരിക്കും ഫസ്റ്റ് റണ്ണർ-അപ്പ്? ആരായിരിക്കും? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, അഭിലാഷ്. നമ്മുടെ പ്രിയങ്കരനായ നടൻ, യുവനടൻ ശ്രീ കൃഷ്ണയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Mr. Sujit V. Nair, ASM Tata Structural, will hand over a cash prize of rupees 50,000 to our first runner-up, Abhilash. I would also like to invite Mr. Venkat Raman, Senior Director, Finance and Technicals, Kaili TV, to hand over the certificate to our first runner-up, Abhilash. അങ്ങനെ നമ്മൾ സെക്കൻഡ് റണ്ണർ-അപ്പും ഫസ്റ്റ് റണ്ണർ-അപ്പും ആരാണെന്ന് അറിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം, എല്ലാവരും നെഞ്ചെടുപ്പ് എനിക്ക് ഇവിടെ വരെ കേൾക്കാട്ടോ. ആർക്കാണ് ആ ഒരു സമ്മാനം ലഭിക്കാൻ പോകുന്നത്? ഹൂ ഈസ് ഗോയിങ് ടു ബി ദി വിന്നർ ഓഫ് കൊക്കോസ് കിച്ചൺ മാജിക് സീസൺ 4? 4 മാസത്തെ ആ ഒരു വലിയ ജേർണിയുടെ ഒടുവിൽ ആർക്കാണ് ആ വിന്നിംഗ് ടൈറ്റിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി? ഓക്കെ, സോ ഹിയർ യു ഗോ. നമ്മുടെ ദി വിന്നർ ഓഫ് Coco's Kitchen Magic Season 4. Okay, ഇനി നമ്മള് winner, that is the first prize. ആരാണ്? The title winner of Kitchen Magic Season 4. Okay. Sajna. Sajna Sulaiman, the winner of Coco's Kitchen Magic Season 4. Coco's Kitchen Magic Season 4 ഗ്രാൻഡ് ഫിനാലെ വിജയിച്ചിരിക്കുന്ന ആ വിജയിക്ക് ലഭിക്കുന്നത് 1,00,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് സ്പോൺസർഡ് ബൈ ഓൺ. I would also like to invite C.R. Sethuram, RSM of Kaula Group, to give this certificate to our winner, Sajna. അങ്ങനെ നമ്മൾ വളരെ ആകാംക്ഷയോടെ ഈ കഴിഞ്ഞ 4 മാസവും കാത്തിരുന്ന ആ 3 പേരുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. വിന്നർ സജ്ന സുലൈമാൻ, ഫസ്റ്റ് റണ്ണർ-അപ്പ് അഭിലാഷ്, ആൻഡ് സെക്കൻഡ് റണ്ണർ-അപ്പ് നാസിയ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടു ഓൾ 3 of you. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടത് 5 പേര് മാറ്റിരിക്കുന്നതാണ്. ഈ 5 പേരുടെയും പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ജഡ്ജസിന്റെ അഭിപ്രായം വെച്ച് ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു. പക്ഷേ ഈ 3 പേര് ചെറിയ വ്യത്യാസങ്ങളിൽ മുൻപിൽ വന്നു. പക്ഷെ ബാക്കി 2 പേരുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ബെസ്റ്റ് പെർഫോമൻസസ് തന്നെയായിരുന്നു നമുക്ക് പറയാം. അവർക്ക് 2 പേർക്കുള്ള ഗിഫ്റ്റാണ് ഇനി നമ്മൾ കൈമാറുന്നത്. ആൻഡ് ദേ ആർ ശ്രേയ ആൻഡ് ഷമീർ. ആദ്യം നമുക്ക് ശ്രേയയെ സ്വാഗതം ചെയ്യാം. ശ്രേയ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വെൽക്കം. The gift for Shreya is given by Mr. Joy Thomas, General Manager of Bajaj Electricals. Shreya will also receive a certificate from Venkatraman Sir, Senior Director, Technical and Finance, Kaili TV. Shamir ആണ് നമ്മുടെ അടുത്ത ബെസ്റ്റ് ഫൈനലിസ്റ്റ്. Shamir will receive 25,000 worth gift voucher from Mr. Jain Sadashivan from Bajaj Electricals.
വാവ്, സോ ദാറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ എൻഡിങ് അല്ലേ. നമ്മുടെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 5 പേര് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ അവർ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ദി ബെസ്റ്റ് 2 എന്ന രീതിയിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റ്സും കൊടുത്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഓൾ ദാറ്റ്സ് ഗുഡ് വിൽ കം ടു എൻ എൻഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബ്യൂട്ടിഫുൾ ആയ ജേർണി, കുക്കൂസ് കിച്ചൺ മാജിക് സീസൺ 4ന്റെ മനോഹരമായ യാത്രയും ഒരു പൂർണ്ണതയിലേക്ക് എത്തേണ്ട സമയമായിരിക്കുകയാണ്. അതിനായി നമ്മുടെ പ്രിയങ്കരനായ നടൻ, യുവനടൻ ശ്രീ കൃഷ്ണയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരാനും നമുക്ക് നമ്മളോടൊക്കെ 2 വാക്ക് സംസാരിക്കാം. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. കിച്ചൺ മാജിക് സീസൺ 4, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഷോ ആദ്യം തൊട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 3 സീസണിലും ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം മാഡത്തിനോട് ആകാൻ സാധിച്ചു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മൾ കാണുന്നത് ചോദിക്കും, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഹോംവർക്കും ഒത്തിരി ഹാർഡ് വർക്കും നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ 5 പേരും ഇന്നിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വെങ്കട്ടരാമൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റി ഈസ് മൂവിങ് ഇൻ ടു എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അപ്പോൾ ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഭക്ഷണം, റീസണബിളി ഗുഡ് വേ ഓഫ് കുക്കിംഗ്, അതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഐ ഓൾസോ താങ്ക് ഓൾ ദി സ്പോൺസേഴ്സ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് അവരുടെ മാക്സിമം ടു ദിസ് ഇവൻറ്റ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺടെസ്റ്റിൽ നിങ്ങൾ 5 പേരും വിന്നേഴ്സാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ആസ് റുട്ടീൻ മാഡം തിരഞ്ഞെടുത്ത വിന്നേഴ്സാണ്. അപ്പോൾ വെരി നൈസ് ടു ബി ഇൻ ദിസ് ഷോ ആൻഡ് ബി എ പാർട്ട് ഓഫ് എവറിത്തിങ്. താങ്ക് യു ലക്ഷ്മി മാഡം. താങ്ക് യു സോ മച്ച് കൃഷ്ണ. അങ്ങനെ കുക്കൂസ് കിച്ചൺ മാജിക് സീസൺ 4 ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും അതൊരു കംപ്ലീറ്റ് എൻഡിങ് ആവില്ല ഇഫ് വി ഡു നോട്ട് ലിസൺ ടു അവർ വെരി ഓൺ ലക്ഷ്മി ചേച്ചി അല്ലേ. ആദ്യ സീസൺ മുതൽ ഓരോ ദിവസവും ഈ മത്സരാർത്ഥികൾക്കൊക്കെ ഒപ്പം ഒരു മോറൽ സപ്പോർട്ട് ആൻഡ് ഇത്രയും വാല്യുബിളായ അഡ്വൈസസ് ഒക്കെ തന്ന് നമ്മുടെ ഒരു, ഞാൻ വീണ്ടും പറയാണ്, സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് കുക്കൂസ് കിച്ചൺ മാജിക് സീസൺ 4ന്റെ കൂടെയും ബാക്കി എല്ലാ സീസൺസിന്റെ കൂടെയും നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അതോടുകൂടി ദാറ്റ്സ് ഗോയിങ് ടു മാർക്ക് എ ബ്യൂട്ടിഫുൾ എൻഡിങ് ടു എ ബ്യൂട്ടിഫുൾ ജേർണി ഓഫ് കുക്കൂസ് കിച്ചൺ മാജിക് സീസൺ 4. ഓവർ ടു ലക്ഷ്മി ചേച്ചി. അങ്ങനെ കിച്ചൺ മാജിക് സീസൺ 4ഉം വളരെ സന്തോഷത്തോടു കൂടി അവസാനിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസും, ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അത് എടുത്തു പറയേണ്ടതാണ്. കാര്യം നിങ്ങൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് പ്രേക്ഷകർ, കണ്ടസ്റ്റൻസിനെയും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ മാത്രം. പക്ഷേ അതല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, പിന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട് ചാനലിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ അവരോടെല്ലാം നന്ദി പറയേണ്ട ഒരു അവസരം കൂടിയാണ് കൂട്ടത്തിൽ നമ്മളുടെ സ്പോൺസേഴ്സിന്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. അങ്ങനെ കിച്ചൺ മാജിക് സീസൺ 4 വളരെ സന്തോഷകരമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ജൈത്ര യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അധ്വാനമൊന്നും ചെറുതല്ല. ഇങ്ങനെ ഓരോ സീസണും കടന്നു പോകുമ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവരോടെല്ലാം ഒരു ബിഗ് താങ്ക്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞാനും എല്ലാവരും തന്നെ രേഖപ്പെടുത്തണം. അത് ഒരു കാര്യം. രണ്ടാമത്, ഈ കിച്ചൺ മാജിക് സീസൺ 4ൽ വന്ന് നിൽക്കുമ്പോൾ ഒരല്പം നൊസ്റ്റാൾജിക്കായിട്ട് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ കൈരളി എന്നുള്ള ഈ ഒരു ചാനൽ ബോൾഡായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ധൈര്യപൂർവ്വം വർഷങ്ങൾക്ക് മുന്നേ, ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ തന്നെ പാചകത്തിനെ കുറിച്ച്, റിയാലിറ്റി ഷോയെ കുറിച്ച് ചിന്തിക്കുന്നു. പാചകറാണി 1 തൊട്ട് തുടങ്ങിയ ഞങ്ങളുടെ ഒരു അറ്റംപ്റ്റ് ആണിത്. പാചകറാണി 1, പാചകറാണി 2, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 സീസൺ ഓഫ് കിച്ചൺ മാജിക്. എന്തായാലും ഇതൊരു വേറിട്ട അനുഭവമാണ് പ്രേക്ഷകർക്കെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഇതിൻ്റെ ഓരോ സീസണിൻ്റെയും ഒരു സക്സസ്, അല്ലെങ്കിൽ അതിനെ പ്രേക്ഷകരായ നിങ്ങൾ അതിനെ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ തെളിവാണ് വീണ്ടും വീണ്ടും നമ്മൾ പുതിയ കോമ്പറ്റീഷൻസ്, പുതിയ സീസൺസ് തുടങ്ങാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പക്ഷേ വലിയ എന്താ പറയുക, ഒരുപാട് ആരവങ്ങളും ഒരുപാട് വാഗ്ദാനങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക, വളരെ ജെനുവിനായിട്ട്, വളരെ സന്തോഷത്തോടു കൂടി ശരിക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഉദ്യമത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന സ്പോൺസേഴ്സ് ആണെങ്കിലും പ്രേക്ഷകരായ നിങ്ങളാണെങ്കിലും എല്ലാവരും തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷം. അപ്പോൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇനി വീണ്ടും മറ്റൊരു സീസണിൽ വെച്ച് കാണാം. അതുവരെ